ചെമ്പനിപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഐക്കാർട്ടിലും അതുപോലെ പിൻ കമൻ്റായിട്ടും കൊടുത്തേക്കാം കേട്ടോ. സച്ചിൻ രേവതിയും കൂടി അമ്പലത്തിലെ വഴിപാടുകളൊക്കെ ചെയ്തതിന് ശേഷം തിരികെ വരികയാണ്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേലും കൈയും ഫുള്ള് വേദനയാണ് കേട്ടോ സച്ചിക്ക്. ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ട്. എന്ത് പറ്റി കൈക്ക് സച്ചിയേട്ടാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിന്നെ തൂക്കിയെടുത്ത് പോയില്ലേ, അതുകൊണ്ട് കൈക്ക് നല്ല വേദനയുണ്ട്. ഉള്ള കാര്യം പറയാലോ, നീ ഭയങ്കര വെയിറ്റാന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞേ? ഏയ് ഞാൻ അതല്ല, നീ എല്ലാ അമ്പലങ്ങളിലും നിനക്ക് ഭയങ്കര പിടിപാടാണെന്നാണ് ഉദ്ദേശിച്ചത്. ഏതൊക്കെ കോഴില് എന്തൊക്കെ വഴിപാടുള്ളതെന്നുള്ള കാര്യം എല്ലാം മനസ്സിലാക്കി വെച്ചിരിക്കുകയാണല്ലേ, അതാ പറഞ്ഞെന്ന് പറയുമ്പോൾ അത് ശരിയാ, എനിക്ക് ഈ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളിലെ വഴിപാടിനെ കുറിച്ചിട്ട് നന്നായിട്ട് അറിയാം. എല്ലാ അമ്പലങ്ങളിലും പൂ വിൽക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, എങ്ങനെയെങ്കിലും അവര് നിന്റെ ഫ്രണ്ട് ആയിരിക്കുമല്ലോ. നിങ്ങൾക്കൊരു സംഘം ഉണ്ടാക്കി കൂടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്ന് പോവാടുന്നു സച്ചിയേട്ടാ. രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് പൂ മേടിച്ച് അത് കെട്ടി വിൽക്കുന്നത് തന്നെ വലിയ പണിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എവിടെ സംഘമൊക്കെ ഉണ്ടാക്കാനുള്ള സമയം? ഇനിയിപ്പോൾ സംഘം ഉണ്ടായിട്ട് അതിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ജോലി ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അതും ശരിയാണെന്ന് സച്ചി പറയണേ. കൈക്കൊക്കെ ഭയങ്കര വേദന, കൈക്കൊക്കെ ഭയങ്കര വേദന. നീ വല്ലാത്ത പറയുമ്പോൾ വല്ലാത്ത പടികളാണല്ലോ അമ്പലത്തിലെ. അത്രയും പടികളൊക്കെ നിന്നെ തൂക്കിയെടുത്ത് കയറിയില്ലേ, അതുകൊണ്ടാ വേദനിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ഒരു കുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി. കേട്ടിട്ട് രേവതി, എനിക്ക് അല്ലെങ്കിൽ വേദനിക്കുന്നുണ്ട്, നിനക്കത് വെറുതെ ഇരുന്നൂടെ? നിങ്ങൾക്ക് ശരീരത്തിന് തീരെ ശക്തിയില്ല, ഇരുന്നിട്ടുള്ള ജോലിയല്ലേ ചെയ്യുന്നത്. ഡെയിലി നടക്കണം. അച്ഛൻ ഡെയിലി വാക്കിങ്ങിന് പോകില്ലേ, അതുപോലെ കൈയും കാലൊക്കെ വീശി നടക്കണം. കൈയും കാലും ഇളക്കാതെ എങ്ങനെയാ വണ്ടി ഓടിക്കാൻ വേണ്ടി പറ്റുന്നത്? അതുകൊണ്ട് ഇതൊരു എക്സസൈസ് ആണ്. ഞാൻ എന്താ നിന്നെ പോലെ ചുമ്മാ ഇരിക്കുകയാണോ? എന്താ പറഞ്ഞേ? ഞാൻ ചുമ്മാ ഇരിക്കുകയാണെന്നോ? വീട്ടിലൊരു ദിവസം എന്തോരം ജോലി ഞാൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം അറിയോ? നിങ്ങൾ ഒരു ദിവസം ഒരു ജോലി മാത്രമാണ് ചെയ്യുന്നത്, പക്ഷെ ഞാനാണെങ്കിൽ ഒരു ദിവസം 10 ജോലി ചെയ്യുന്നുണ്ട്. എന്തൊരു എളുപ്പമായിട്ടാ പറഞ്ഞത്. എന്താ അത്ര എളുപ്പമാണെന്നാണോ നീ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? കാർ ഓടിക്കാൻ ഇപ്പൊ എത്ര കഷ്ടം. എന്താ താഴെ ഇരിക്കുന്ന 2 കമ്പി ചവിട്ടണം, പിന്നെ ഇതാ ഈ ചക്രം പോലത്തെ സാധനം പിടിച്ച് അങ്ങോട്ടും കൂടി തിരിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ അരികിലേക്ക് ഞാൻ ഓടിച്ചു കാണിക്കുക എന്ന് പറയാണേ. എന്തിനാ? കൊലക്കേസിൽ ഉള്ളിൽ പോവാൻ വേണ്ടിട്ടോ? ഇപ്പോഴാണ് അച്ഛൻ കാറ് തിരികെ മേടിച്ചുകൊണ്ട് വന്നത്. വീണ്ടും ഇത് മെക്കാനിക്കിന്റെ അരികിലേക്ക് കൊണ്ടുപോകാനുള്ള വഴി ഒപ്പിക്കല്ലേ. നിന്നെ തൂക്കിയെടുത്തിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. ഇനിയെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് എവിടേക്കെങ്കിലും പോവാം, അല്ലെങ്കിൽ ഇനിയും ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് നിന്നെ തലേ കയറ്റിങ്ങാണ്ട് നടക്കാനുള്ള നേർച്ച വല്ലതും നീ നേർന്നിട്ടുണ്ടോ? എന്തായാലും അങ്ങനെ ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നും വരാൻ വേണ്ടി പോകുന്നില്ല, പക്ഷേ എങ്കിലും വേണ്ട. എന്തായാലും ഇനി എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വായ മൂടിയിരുന്ന് കഴിച്ചോണം. വായ മൂടിയിട്ട് എങ്ങനെയാ കഴിക്കാൻ വേണ്ടി പറ്റുന്നത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ വായ ഉള്ളത്, അത് കറക്റ്റാണ്. ആ വായ വെച്ചിട്ട് മിണ്ടാതെ കഴിക്കണം എന്നാ പറഞ്ഞത്. അമ്പലത്തിലും ഒരാളെ ചീത്ത വിളിക്കാൻ വേണ്ടി പോയില്ലേ, അതുപോലെ ഇനി ഹോട്ടലിൽ ചെന്നിട്ടും ചീത്ത വിളിക്കാനുള്ള പരിപാടി ഒന്നും ഒപ്പിക്കരുത്. പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ കാണാതിരിക്കണം. അങ്ങനെ അവര് കാറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം വർഷയും ശ്രീകാന്തും കൂടി ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ട്. ഓർഡർ എടുക്കാൻ വേണ്ടി വരുന്ന ആളെടുത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഈ ഡിഷ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതെ സാർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നുള്ള കാര്യം ചോദിക്കുകയാണെ. അത് സാർ ഷെഫിന് മാത്രമേ അറിയുള്ളൂ. അല്ല ശ്രീകാന്ത്, നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതല്ലേ, അല്ലാണ്ട് നീ ഇവിടെ ഷെഫല്ല, ഇവിടുത്തെ കസ്റ്റമർ ആണ്. ഓർഡർ എടുക്കാൻ വേണ്ടി വന്ന ആളെടുത്ത് വർഷ പറയുന്നുണ്ട്, നിങ്ങൾ പോയിട്ട് ഓർഡർ എടുത്തിട്ട് വരൂ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവാണ്. തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, വേറെന്തെങ്കിലും വർഷ പറയണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ഭക്ഷണം കഴിച്ചതിന് ശേഷം പറയാം. നിന്നെ കുറിച്ച് എനിക്ക് അറിയാവുന്നതല്ലേ, എന്തെങ്കിലും ലൈറ്റായിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നീ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കും, പിന്നെ ബാക്കിയെല്ലാം ഞാൻ കഴിക്കേണ്ടി വരും. ഇഷ്ടമല്ലാത്ത ഭക്ഷണം എങ്ങനെയാ കഴിക്കാൻ വേണ്ടി പറ്റുക? ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഓർഡർ ചെയ്തത് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കണം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് വിഷയമാണെങ്കിലും അത് ചെയ്യാൻ വേണ്ടി പാടില്ല. എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ അടുത്ത് ഞാൻ സംസാരിക്കത്തേ ഇല്ല. ഓ, അപ്പൊ നാളെ നിനക്ക് എന്നെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും നീ എൻ്റെ അടുത്ത് മിണ്ടാതെ പോവോ? നിന്നെ ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുക. ഒരാളെ എനിക്ക് ഒരിക്കലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിൽ നിന്ന് മാറുകയില്ല. അതേ സ്ഥാനത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചോ പിന്നെ ലൈഫ് ലോങ് ഞാൻ അവരെ നോക്കുകയില്ല. ഇപ്പൊ വരുന്ന ഡിഷ് നിനക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ എല്ലാം കഴിക്കണ്ടേ, വേറെ ഓർഡർ ചെയ്യേണ്ടി വരും നിനക്ക് എന്ന് ശ്രീകാന്ത് പറയുമ്പോൾ വർഷ, എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിനക്കും ഇഷ്ടപ്പെടാൻ പാടില്ല. ഇതെന്താ പുതിയ റോളാണോ എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അതെ, അതൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ അവർ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മുടെ സച്ചിയും രേവതിയും കൂടി കയറി വരുന്നത്. നിനക്ക് എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നിനക്കും ഇഷ്ടപ്പെടില്ല. ഓ, അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷ അതെ എന്ന് പറയണേ. അങ്ങനെ ഇവരുടെ സംസാരം സച്ചി കേൾക്കുകയാണ് കേട്ടോ. സച്ചി അവരെ കാണുമ്പോൾ
രേവതി വാ നമുക്ക് പോവാ എന്ന് പറയണേ. എന്താ സച്ചിയേട്ടാ വന്ന ഉടനെ തന്നെ പോവാന്ന് പറയുന്നത്? നമ്മളൊന്നും കഴിച്ചില്ലല്ലോ. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നമുക്ക് വേറെ ഹോട്ടലിൽ പോവാം. ഭക്ഷണം കഴിച്ചാലല്ലേ ഇഷ്ടമാണോ ഇഷ്ടമല്ലേ എന്നുള്ള കാര്യം പറയാൻ വേണ്ടി പറ്റുള്ളൂ. സച്ചിന്റെ മുഖവും ശരിയല്ലല്ലോ, എന്ത് പറ്റി സച്ചിയേട്ടാ? അങ്ങനെ വർഷയുടെയും ശ്രീകാന്തിന്റെയും സംസാരം നമ്മുടെ രേവതിയും കേൾക്കാണ് കേട്ടോ. അങ്ങനെ അവരവിടെ വന്ന് നിൽക്കുന്നത് ശ്രീകാന്ത് കാണും കേട്ടോ. ശ്രീകാന്ത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷത്തില് സച്ചിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലാണ്. പക്ഷെ സച്ചി ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും പിടിച്ചു വെച്ചിട്ട് സച്ചിയേട്ട എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങളെയൊക്കെ കണ്ടിട്ട് എത്ര നാളായി? ഏട്ടത്തി സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളെ രണ്ടുപേരും കാണുന്ന മനസ്സിൽ പോലും വിചാരിച്ചില്ല. സച്ചിയേട്ട വാ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇരുന്ന് സംസാരിക്കുക എന്നുള്ള രീതിയിൽ കൈ പിടിക്കുമ്പോ കൈ വിടറാ. എന്താ സച്ചിയേട്ടാ ഇനിയും ദേഷ്യം തന്നെയാണോ എന്നോട്? നിന്നെ കാണുന്ന സമയത്ത് ഞാനെന്തിനാ ദേഷ്യപ്പെടുന്നത്? നീ എന്റെ ആരാണ്? അങ്ങനെ സച്ചി ദേഷ്യപ്പെടുമ്പോ സച്ചിയേട്ടാ ഒച്ച വയ്ക്കല്ലേ, മെല്ലെ സംസാരിക്കേ. പിന്നെ ദേഷ്യപ്പെടാതെ ആരുടെ മുഖമാണോ കാണരുതെന്ന് വിചാരിച്ച് അവന്റെ മുഖം തന്നെ കണ്ടു. എന്താ സച്ചിയേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോ ഞാൻ എന്തോ ഒരു സന്തോഷമായി എന്നുള്ള കാര്യം അറിയോ? വാ സച്ചിയേട്ടാ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ എന്ന് പറയുമ്പോൾ മാറി നിക്കടാ എന്ന് പറഞ്ഞിട്ട് തള്ളുവാണ് കേട്ടോ സച്ചി. അപ്പോഴേക്കും ഒരാൾ അങ്ങോട്ടേക്ക് വന്നിട്ട് സർ എന്താ ഇവിടെ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ഏയ് സാർ കുഴപ്പമൊന്നുമില്ല, അതെന്റെ ബ്രദറാണെന്ന് പറയണേ. ആരടാ നിന്റെ ഏട്ടൻ എന്നുള്ള കാര്യം ചോദിക്കാണ് കേട്ടോ സച്ചി. അതിനിടയ്ക്ക് വർഷം വയ്ക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പിന്നെ ചൂടാവാതെ എന്താ ചെയ്യാ? നിങ്ങൾ രണ്ടുപേരും ചെയ്ത കാര്യം അങ്ങനെയാണ്. നിങ്ങൾ രണ്ടുപേരും കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ അതില് ഇരയായി മാറിയത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കാം എന്നും കുറച്ചും കൂടി സമയം തരാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും പറഞ്ഞതല്ലേ നിങ്ങളടുത്ത്? അത് കേൾക്കാതെ നിങ്ങൾ തന്നെ തീരുമാനം എടുക്കലേ ചെയ്തത്. എന്നെയാണെങ്കിൽ നടു റോട്ടിൽ വെക്കുന്ന അവസ്ഥയാക്കി. നിങ്ങൾ കാരണം ഞങ്ങൾ രണ്ടുപേരും പിരിയേണ്ട അവസ്ഥ വരെ വന്നു. ഇത് കേൾക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല, ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നോക്ക്, ഒരു തെറ്റുമില്ല. ആരുമില്ലാതെ ഈ കല്യാണം നടക്കരുതെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളാണ് അവരുടെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് വരാൻ പറഞ്ഞത്. നിന്റെ പുരാണം കേൾക്കാൻ വേണ്ടി വന്നതല്ല ഞാന്. നീ ആ മധുസൂദന്റെ മകളല്ലേ, എന്തായാലും അവനെ വെച്ച് നോക്കുമ്പോൾ നിനക്കും ആ കുബുദ്ധി തന്നെ ഉണ്ടാവുക. സച്ചിയേട്ടാ വേണ്ട, എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ അവളെ കുറിച്ചൊന്നും പറയരുത്. ഇന്നലെ വന്നവളാണല്ലോ അല്ലേടാ നിനക്ക് വലുത്. ഇത്രയും നാള് നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ അച്ഛനെ നീ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ സ്റ്റേഷനിലും കിടത്തിയില്ലേ? നീയൊക്കെ ഒരു മകനാണോ? ആ സുധിയേക്കാളും മോശപ്പെട്ടവനാണ് ഇപ്പൊ നീ. ഇത് കേൾക്കുമ്പോഴേക്കും വർഷിക്കങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് വിൽ യു സ്റ്റോപ്പ് ദിസ്? വൈ ആർ ഷൗട്ടിംഗ്? ഡോണ്ട് യു നോ ഹൗ ടു ബിഹേവ് ഇൻ ദ പബ്ലിക്? നീ എന്തായാലും കിടന്ന് വായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നത്? വലിയ പഠിപ്പുകാരിയാണെന്ന് കാണിക്കുകയാണോ? പെറ്റ് വളർത്തിയ അമ്മയും അച്ഛനെയും വിട്ടിട്ട് എല്ലാവരും പറ്റിച്ചും കൊണ്ട് പോയിട്ട് കല്യാണം കഴിക്കാനാണോ നീയൊക്കെ പഠിച്ചത്? ഇത് കേൾക്കുമ്പോഴും ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താണെങ്കിലും സച്ചിയേട്ടാ എന്റെ അടുത്ത് സംസാരിക്കേ. നിന്റെ അടുത്ത് എന്ത് പിണ്ണാക്ക് സംസാരിക്കാനാടാ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ലേ എന്റെ കൺമുമ്പിൽ ഇനി വന്നു പോരുതെന്ന്. ഇതെല്ലാം സംസാരം കേട്ടിട്ട് വർഷ ചോദിക്കുന്നുണ്ട് അല്ല ചേച്ചി എന്താ നിങ്ങളെ ഹസ്ബൻഡ് ഇത്രയും ഡീസൻസി ഇല്ലാതെ സംസാരിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ രേവതി പറയുന്നത് അവരവരുടെ ദേഷ്യത്തെയാണ് കാണിക്കുന്നത്, അത് നിനക്ക് ഡീസൻസി ഇല്ലാതെയാണ് തോന്നുന്നത്. സച്ചിയേട്ടാ മതി, നിങ്ങളത് വിട്ടേക്ക്. സച്ചി തന്റെ ദേഷ്യത്തില് വർഷയുടെ അടുത്തും ശ്രീകാന്തിന്റെ അടുത്തും സച്ചി ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ വർഷയ്ക്ക് അത് കൾച്ചറില്ലാത്ത ആളെ പോലെയാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ സച്ചിയെ താഴ്ത്തി കിട്ടുന്നതൊന്നും നമ്മുടെ രേവതിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അങ്ങനെ രേവതിയാണെങ്കിൽ വർഷയ്ക്കിട്ട് നല്ല കണക്കിന് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക്